ഇന്ന് എൻ്റെ അടുത്ത് വന്ന ഒരുപാട് പേഷ്യൻസ് എൻ്റെ ഒരു ഡാൻസ് വീഡിയോ ആയിട്ടാണ് വന്നത്. പണ്ടെങ്ങോ ഒരു ദിവസം, അന്നത് വൈറലായിരുന്നു, ഇപ്പം വീണ്ടും അത് വൈറലായിരിക്കും. പണ്ടെങ്ങോ ദിവസം ആരോഗ്യ കൂട്ടായ്മയിൽ വെച്ചിട്ട് എന്നോടൊരു 5 മിനിറ്റ് പ്രഭാഷണം നടത്താൻ പറഞ്ഞു. നമ്മുടെ ശരീരം ചലിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്. നമ്മളൊരു വേദിയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം എങ്ങനെയൊക്കെ ചലിക്കണം, കുത്തിയിരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പ്രഭാഷണമായിരുന്നു അത്. ഒരുപാട് പേർക്ക് അത് ഇഷ്ടമാവുകയും ചെയ്തു. ആ പ്രവേശനത്തിൻ്റെ അന്ത്യഭാഗത്തിൽ എന്നോട് പറഞ്ഞു, നിങ്ങളെ ശരീരം ചലിപ്പിക്കുമ്പോൾ ഒന്ന് ഡാൻസ് ചെയ്യുമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ ഡാൻസ് ചെയ്യാമെന്ന് പറഞ്ഞു. മദ്യത്തിൻ്റെ, ലഹരിയുടെ ഒന്നും ഒരു സ്വാധീനവും ഇല്ലാതെ ഞാൻ അവിടെ ഇട്ട നല്ലൊരു DJ സോങ്ങിനനുസരിച്ച് ഞാൻ ഡാൻസ് ചെയ്ത് ശരീരത്തെ ചലിപ്പിച്ചു. ശരീരത്തെ ചലിപ്പിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ തലച്ചോറിൽ നമ്മുടെ ശരീരത്തിൽ എൻഡോർഫിനുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടും, മറ്റ് പല ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കപ്പെടും. അതൊക്കെ നമ്മുടെ ഹെൽത്തിന് ഒരുപാട് ഉപകാരമുള്ള കാര്യമാണ്. ആ ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി കൊടുത്ത ആ മെസ്സേജിൻ്റെ അവസാനത്തെ ഡാൻസ് മാത്രം വെച്ചുകൊണ്ട് അതിനിങ്ങനെ ഇടക്കിടക്ക് വൈറലാക്കി. അതിൽ കുറേ പേർക്ക് അത് സപ്പോർട്ട് ചെയ്യാനും കുറേ പേര് അതിൽ വിഷമിക്കാനും, ഓ ഡോക്ടറെ നിങ്ങൾക്ക് വട്ടുണ്ടോ എന്നൊക്കെ ഒരു സഹോദരൻ എന്നോട് ചോദിച്ചതാണ്. ഞാൻ ഇഷ്ടപ്പെടുന്നൊരു സാധനം ചെയ്യുക, നിങ്ങൾക്ക് വട്ടുണ്ടോ? ഞാൻ അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഇതെനിക്ക് വട്ടായിട്ടോ ലഹരി ഉപയോഗിച്ചുകൊണ്ടോ ഒന്നും ചെയ്യുന്നതല്ല. ശരീരത്തെ മൂവ് ചെയ്യാൻ ഒരു അവസരം കിട്ടുമ്പോൾ നമ്മൾ മൂവ് ചെയ്യുക. ഇപ്പം ഒരു കല്യാണ വീട്ടിൽ പോയി, അവിടെ ഒരു ഡാൻസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മളവിടെ ഇങ്ങനെ നോക്കി കുത്തിയായി നിൽക്കല്ല വേണ്ടത്, നമ്മൾ അതിലേക്ക് ഇൻവോൾവ് ചെയ്യണം. നമ്മുടെ ശരീരത്തിൽ എക്സസൈസ് ചെയ്യാനുള്ള ഒരു വലിയൊരു അവസരം അവിടെ കിട്ടുന്നത്. സ്റ്റെപ്പുകളൊന്നും നോക്കൊന്നും വേണ്ട, നമുക്ക് ഡാൻസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു എക്സസൈസ് കിട്ടും, അറിയാതെ നമുക്ക് ബോഡി ഫിറ്റ്നസ്സിന് കിട്ടും. അവിടെ കുത്തിയിരുന്ന് കാണുകയാണെങ്കിലും അതിൻ്റെ സൈഡ് എഫക്റ്റും ഉണ്ടാവും. ഇപ്പം എൻ്റെ ബാച്ചിലെ സംഘം ഉണ്ടായ സമയത്ത് ഞാൻ ആദ്യം തൊട്ട് അവസാനം വരെ ശരിക്കും ആക്റ്റീവ്ലി അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, ഫുള്ളി പാർട്ടിസിപ്പേറ്റ് ചെയ്തു. കുട്ടികളെ കൂടെ ഒക്കെ ഡാൻസ്. നമ്മൾ കുട്ടികളെ നോക്ക്, അവർക്കൊരു ചമ്മലും ഉണ്ടാവില്ലല്ലോ. ഒരു പാട്ട് അങ്ങോട്ട് ഇട്ടാൽ അവരെങ്ങനെ അവിടെ നിന്ന് ഡാൻസ് ചെയ്യില്ലേ. നമ്മളെന്ത് ചെയ്യും, മോനെ വേണ്ടടാ, മോളെ വേണ്ടടാ എന്ന് പറയും. നമുക്ക് അവരെ കൂടെ പോയി കളിക്കാൻ വേണ്ടത്. നമ്മൾ കുട്ടിയായിരുന്നപ്പോൾ നമ്മൾ ഒരുപാട് ചിരിക്കായിരുന്നു, നമ്മൾ ഒരുപാട് മൂവ് ചെയ്യായിരുന്നു. പിന്നെ വലുതാകുമ്പോൾ നമുക്ക് ഈ ശീലം നഷ്ടപ്പെട്ടു. ആ ശീലം നഷ്ടപ്പെട്ടവരുടെ ഫലം എന്താ ഉണ്ടായത്? നമ്മളെ പെട്ടെന്ന് വൃദ്ധരാക്കുന്ന, നമുക്കൊരുപാട് അനാരോഗ്യം ഉണ്ടാക്കിയെടുക്കുന്ന ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് വരാൻ തുടങ്ങി അല്ലേ? നമ്മുടെ ശരീരം ആ കുട്ടിക്കാലത്ത് ചലിപ്പിച്ചതുപോലെ വീണ്ടും ചലിപ്പിക്കായിരുന്നെങ്കിൽ അങ്ങനെ ഉണ്ടാവുമായിരുന്നു? ഇല്ലല്ലോ. ആ ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി ഞാൻ ചെയ്ത അതിൻ്റെ ഒരു സാഹചര്യമോ അതിൻ്റെ ഒരു ഇതൊന്നും ചിന്തിക്കാതെ ആ വീഡിയോ കണ്ടിട്ട് ഞാൻ എന്തോ വല്ല കുതിരോട്ടത്തുനിന്ന് ഇറങ്ങി വന്നിങ്ങനെ ഡാൻസ് ചെയ്യാന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് പറഞ്ഞു കണ്ടപ്പം വിഷമമൊന്നും എനിക്ക് തോന്നിയില്ല. കാരണം ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു ആക്റ്റീവായതിനു ശേഷം അതിലൊന്നും വലിയ വിഷമം ഉണ്ടാവാറില്ല. എനിക്കറിയാമല്ലോ ഞാൻ ആരാണ്, എനിക്ക് യഥാർത്ഥ വട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് തന്നെ അറിയാമെന്നുള്ളത്, നമ്മൾ സ്വയം അറിഞ്ഞിരിക്കുക എന്നുള്ളത്. 3000-ലേറെ യൂട്യൂബ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത ഒരാളാണ് ഞാൻ. 2000 ഇപ്പം കുറച്ച് കാലമായിട്ട് ഒരേ വീഡിയോ തന്നെ ഷോർട്സ് ഒക്കെ ആയിട്ട് പോയതുകൊണ്ടാണ് കുറച്ച് എണ്ണം കുറച്ചുകൂടി പോകുന്നത്. എങ്കിലും ഒരു 2000 പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം അതിനുവേണ്ടി ഞാൻ ഫോട്ടോ എടുത്തിട്ട് അതിനുവേണ്ടി പഠിച്ചിട്ടുണ്ട്. സമയം അനാവശ്യമായി പോയിട്ടില്ല. പക്ഷെ ആ വീഡിയോകളൊക്കെ വൈറലാവാറുള്ളത് ഇതുപോലെ ഇടുന്ന പല കാര്യങ്ങളുമാണ്. പല വീഡിയോ ഒന്നും കട്ടെടുത്ത് പാർട്സാക്കി ഡിവൈഡ് ചെയ്തിട്ട് ആ വീഡിയോ ഇട്ടുകൊണ്ട് എന്നെക്കുറിച്ച് അനലൈസ് ചെയ്യുന്ന പലരും അങ്ങനെയൊക്കെ പറഞ്ഞു പോകാറുണ്ട്. എനിക്ക് വിഷമമല്ല ആരോടും കാരണം അതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ പറഞ്ഞ കാര്യങ്ങളാണല്ലോ. അതിൻ്റെ കോണ്ടസ്റ്റ് എന്നത് അടർത്തി മാറ്റിയിട്ടൊക്കെ ചെയ്ത് പറയുന്ന അങ്ങനത്തെ സാഹചര്യങ്ങളാണ്. തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് എന്താ പറയുക, ഇതേ വീഡിയോ തന്നെ 2 വർഷം കഴിഞ്ഞാൽ വീണ്ടും വരും, പിന്നെയും വരും. കാരണം ഞാൻ ചിലപ്പോൾ ഈ വീഡിയോ ആദ്യം കാണുമ്പോൾ ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഏതെങ്കിലും ഒരു വൈറൽ വീഡിയോ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പം ഞാനതൊരു പുതുമയോടെ, ഒരു ആശ്ചര്യത്തോടെ, അത്ഭുതത്തോടെ വീണ്ടും സോഷ്യൽ മീഡിയ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അവർ ഈ കാണുന്ന വ്യക്തി എന്താ വിചാരിക്കുന്നത്, ഇതിപ്പം ഞാൻ ചെയ്ത ഡാൻസ് ആണെന്നാണ് വിചാരിക്കുക. അതാണ് ഇപ്പം സംഭവിച്ചത്. വീണ്ടും അത് വൈറലായി, പലരും പറയാൻ തുടങ്ങി. ചിലർ പറഞ്ഞോണ്ട് ചിലർക്ക് ഏറ്റവും വലിയ വിഷമം നമ്മൾ ഏതെങ്കിലും ബന്ധുക്കളെടുത്തിട്ടാ പറയാ, ഊനെന്താ ഭ്രാന്താണോ വട്ടാണോ ഒക്കെ. തീർച്ചയായിട്ടും നമ്മളൊരു കാര്യം ഒരാളോട് പറയുമ്പോൾ, നമുക്കൊരു സഹോദരൻ കുറച്ച് മോശം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. എന്നെ കുറിച്ച് പറയുന്നുണ്ടല്ല, മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോൾ
അല്ലെ അവർക്കത് വേദനിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ അവരുടെ സാഹചര്യം എന്താ. നമ്മൾ ആരും ഇപ്പം ഏതൊരു കല്യാണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളായിട്ടും അടുത്ത ബന്ധുക്കളെ വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളും ചെയ്യൂലേ ഡാൻസൊക്കെ. എല്ലാവരും ചെയ്യും, എല്ലാവരും ചെയ്യും. ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലത്ത് അതിലെ ക്ലിപ്പുകളൊക്കെ പുറത്ത് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് വെച്ചിട്ട് അവളങ്ങനെ കുറ്റപ്പെടുത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അതാണ് ഇതിൻ്റെ നിജസ്ഥിതി. ആ പാട്ട് തന്നെ വീണ്ടും ഒരു 5-6 മാസം കഴിഞ്ഞാൽ വീണ്ടും റീലോഡായിട്ട് വരും. ചിലപ്പോൾ 10 കൊല്ലം മുമ്പ് ഞാനിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ വീണ്ടും അങ്ങനെയും വരാം. ഓക്കെ, അതിനൊക്കെ ഈ പ്രസന്റ് ടെൻസിലെ നമ്മളുമായിട്ട് കമ്പയർ ചെയ്യുകയോ ചെയ്യാതിരിക്കാൻ, ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഫോർവേഡ് ചെയ്തുകൊണ്ടോ അങ്ങനെ എന്നെ അങ്ങനെ വിളിച്ചുകൊണ്ടോ ഒന്നും കുഴപ്പമില്ല. പക്ഷെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യന്മാര്, എന്നെ കുറിച്ച് അങ്ങനെ കേൾക്കുമ്പോൾ വേദനിക്കുന്ന ഒരുപാട് മനുഷ്യമാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ വേദനിക്കരുത്. ഇതൊക്കെ സോഷ്യൽ മീഡിയ ഗെയിമിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. ഓരോ പോസ്റ്റ് വൈറലാക്കാൻ വേണ്ടി, ഓരോ യൂട്യൂബ് ചാനലുകൾ റീച്ചിലാക്കാൻ വേണ്ടിയൊക്കെ ഉള്ള കൊച്ചു കൊച്ചു ഗെയിംസുകൾ മാത്രമാണ്. പലപ്പോഴും ഇതുപോലുള്ള വീഡിയോകളൊക്കെ വൈറലാക്കുന്നതിന് പിന്നിൽ ഈ ക്രിയേറ്റർ തന്നെ ഒരുപാട് എഫോർട്ടുകൾ എടുക്കാറുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, എനിക്കതുകൊണ്ട് വിഷമമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഞാൻ പ്രത്യേകം പറയുകയാണ്. ഒരുപാട് പേർക്ക് അങ്ങനെയൊക്കെ തോന്നാറുണ്ട്, നിങ്ങൾക്ക് വിഷമമായോ അവരിങ്ങനെ പറഞ്ഞിട്ട് എന്നൊക്കെ പറയാനുണ്ട്. അങ്ങനത്തെ ഒന്നുമില്ല. ഓക്കെ, ഗുഡ് ലക്ക്, ബി ഹാപ്പി, ബൈ.